ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് പാർട്ട് 3 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഞാൻ എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വന്നിട്ട് ഈ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് KTU സിലബസിലുള്ള ഇത് വന്നിട്ട് യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ഇല്ല. ഓക്കെ, അപ്പം മറ്റുള്ള ഭാഷയിലെല്ലാം ഉണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ വന്നിട്ട് ഏതാണ് ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ തമിഴിലുണ്ട്. അപ്പൊ ഇതെല്ലാം വന്നിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ അവരുടെ രീതിയിലുള്ള സിലബസിലാണ്. പക്ഷെ നമ്മുടെ KTU സിലബസിൽ വ്യത്യാസമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എടുക്കാം വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എഴുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഓൾറെഡി സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ ഞാൻ പ്രോബ്ലംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് 2 പ്രോബ്ലം കൂടെ എക്സ്ട്രാ ഞാൻ എടുക്കാം. പിന്നെ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടാണ്, അത് വന്നിട്ട് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറി നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് എന്താ പറയുക, ഞാൻ പഠിപ്പിക്കുന്ന തിയറി മാത്രമല്ല പ്രോബ്ലം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രണ്ടും പഠിക്കണം. പിന്നെ പ്രോബ്ലം അധികം ചോദിച്ചിട്ടില്ല, കാരണം ഇച്ചിരി ടഫ് ആയതുകൊണ്ട് പ്രോബ്ലം അധികം ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പ്രോബ്ലത്തിലോട്ട് പോകാം. The average salary for a psychology PhD graduate specializing in clinical counseling and school psychology is 64,140. അപ്പോൾ എന്താ മീൻ ആണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ട് 18,405. ഓക്കെ, സിഗ്മ തന്നിട്ടുണ്ട്. നമുക്ക് എത്ര സാമ്പിള്? 31 സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇപ്പം തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √31 ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ സെഡ് കണ്ടുപിടിക്കും. സെഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കിപ്പം എന്താ പറയുക, എക്സ് ബാർ $74,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 74,000 മൈനസ് 64,140 ഡിവൈഡഡ് ബൈ 18,405 ഡിവൈഡഡ് ബൈ √31 ചെയ്യുമ്പോൾ നമുക്ക് 2.98 കിട്ടും. ഈ 2.98 വന്നിട്ട് നമുക്ക് ഈ എന്താ പറയുക ഈ ടേബിളിൽ എടുക്കണം. അപ്പോൾ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ പേജ് നമ്പർ 12 ഓക്കെ, ബുക്ക് വന്നിട്ട് ലോഗറിതംസ്, ആൻറ്റി ലോഗറിതംസ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിലാണ്. ഇത് വന്നിട്ട് എല്ലാ കടയിലും കിട്ടും. ഓക്കെ, അതിൽ വന്നിട്ട് നമുക്ക് ഏതാണ് 2.98 ഇല്ല. അപ്പോൾ 2.9 വന്നിട്ട് ഇവിടെ എല്ലാം 2 നമ്പേഴ്സേ ഉള്ളൂ, മീൻസ് 1.0, 1.1, 1.2 അങ്ങനെ 2.9 നോക്കുക. 2.9 നോക്കുക കേട്ടോ. 2.9 നോക്കിയിട്ട് നമുക്ക് അടുത്തത് 0.08 നോക്കുക. കണ്ടോ, ഇത് രണ്ടെണ്ണം എവിടെയാണോ ജോയിൻ ചെയ്യുന്നത്, ഈ മേളത്തെ വാല്യൂസും ഇവിടെ 2.9 എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് ആ വാല്യൂസ് എടുക്കും. 0.4986 ആയിരിക്കും വരേണ്ടത്. അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ 4.9% ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രോബ്ലമാണ്. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ചെയ്യണം. ഞാൻ പറയണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മീൻ വന്നിട്ട് 2000 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 300 തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് സാമ്പിൾ വന്നിട്ട് n = 50 ആണ്. അപ്പോൾ നമുക്ക് Z വന്നിട്ട് എത്രയാ, എക്സ് ബാർ 1950 മൈനസ് 2000 ഡിവൈഡഡ് ബൈ 300 ഡിവൈഡഡ് ബൈ √50 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 0.17 കിട്ടും അല്ലേ. ഓക്കെ, മൈനസ് 1.17 ആണ്, 0. അല്ല. അപ്പോൾ 1.17 നമ്മൾ കിട്ടും. 1.1 വന്നിട്ട് വാല്യൂ ഇവിടെ നിന്ന് എടുക്കണം. ഓക്കെ, എന്നിട്ട് 0.7 എടുക്കണം. 0.7 കേട്ടോ. ഇത് രണ്ടെണ്ണം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? 1.1ഉം 0.7 മീറ്റ് ചെയ്യുന്നത് വന്നിട്ട് 3.790 ഉണ്ടോ, 3.790 ഉണ്ടോ. ആ വാല്യൂവിൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അത് 3.7%ലോട്ട് മാറ്റണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. ഇത് വന്നിട്ട് ക്വസ്റ്റ്യൻ അധികം ചോദിച്ചിട്ടില്ല പ്രോബ്ലംസ്, പക്ഷേ ഇവിടെ നിന്ന് എന്താ പറയുക തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ
നമ്മൾ ഈ പഠിച്ചേ പറ്റൂ. അപ്പോൾ നമുക്കിപ്പം ക്വസ്റ്റ്യൻ ആദ്യം തരികയാണെന്ന് വെച്ചു. ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലതിൽ വന്നിട്ട് എന്താ പറയുക, ജെ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സീരിയൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 1 2 3 4 അല്ലെങ്കിൽ 2 4 8 2 4 6 8 അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിൽ വരെ 1 3 5 7 അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ തന്നിട്ടില്ലാത്തതുകൊണ്ട് 1 2 3 4 5 6 7 8 9 10 വരെയൊക്കെ എഴുതുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും എഴുതുക. ഓക്കെ, അതായിരിക്കും ജെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അറേഞ്ച് ചെയ്യണം, ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ നമ്പർ. ഇപ്പോൾ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വന്നിട്ട് ഇപ്പോൾ ജെ വന്നിട്ട് 1 ആണെങ്കിൽ 1 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എഴുതുക. ഓക്കെ, ബട്ട് എൻ വന്നിട്ട് 10 ആവാം, 20 ആവാം, 15 ആവാം, അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി വായിച്ചാൽ മതി. അടുത്തത് വന്നിട്ട് ഈവൻ നമ്പറും ആവാം, ഓഡ് നമ്പറും ആവാം ചെയ്യും. ലൈക്ക് 2 4 ലൈക്ക് 2 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എത്ര എണ്ണം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് 4 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ എൻ, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ 3 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെയായിരിക്കും നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ വന്നിട്ട് എക്സാമിൽ അലൗഡ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേബിള്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടേബിൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് എക്സാമിൽ അലൗ ചെയ്യും. അപ്പോൾ ആദ്യം വന്നിട്ട് നമുക്ക് പഠിപ്പിച്ച സാർമാരുണ്ടല്ലോ, അവരെടുത്തുനിന്ന് സൈൻ വാങ്ങിച്ചിട്ട് വേണം ഈ ഒരു ടേബിൾ നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ മൈനസ് 0.5 ഡിവൈഡഡ് ബൈ എൻ ചെയ്യുമ്പം നമുക്ക് വാല്യൂ കിട്ടും. എന്നിട്ട് ഈ ഒരു വാല്യൂ നമ്മൾ സെഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സെഡ് വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ജോലി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്നത് 10 സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓർഡറിൽ അവർ തന്നിട്ടില്ല, നമ്മൾ വേണം ഇത് ഓർഡറിലാക്കാനായിട്ട്. അപ്പോൾ ഓർഡറിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ വന്നിട്ട് 76 ആയിരിക്കും. അതിന് കുറച്ചുകൂടി വലുത് വന്നിട്ട് 85, അത് കഴിഞ്ഞിട്ട് 93, അത് കഴിഞ്ഞ് 98, അത് കഴിഞ്ഞ് 100, അത് കഴിഞ്ഞ് 101, പിന്നെ വരുന്നതാണ് 111, 112, 119, 123. ഓക്കെ, ഇത്രയും നമ്മൾ ഓർഡറിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജെ ഉണ്ടല്ലോ, അത് മൈനസ് 0.5 ഡിവൈഡഡ് ബൈ എൻ. എൻ എത്രയാണ്? 10 നമുക്ക് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് അത് ചെയ്യുമ്പോൾ നമുക്ക് 0.05 ആയിരിക്കും ആദ്യത്തെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് 85. അതിന് വന്നിട്ട് നമ്മൾ 2 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 0.15 കിട്ടും. അടുത്തത് 93യുടെ വന്നിട്ട് 3 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.25 കിട്ടും. അത് കഴിഞ്ഞ് 4 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.35 കിട്ടും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ 5 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.45 കിട്ടും. അടുത്തത് വന്നിട്ട് 6 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.55 കിട്ടും. ഓക്കെ, 7 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 0.65 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എത്രയാണ്? 8 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 0.75 കിട്ടും. ഓക്കെ, അടുത്തത് 9 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 0.85 കിട്ടും. അതുപോലെ തന്നെ 10 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 0.95 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ടേബിൾ കണ്ടോ? ഈ ഒരു ടേബിളും അടുത്ത ടേബിൾ, ഈ ഒരു ടേബിൾ വന്നിട്ട് നമ്മുടെ ബുക്കിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയില്ലേ ഏരിയ അണ്ടർ, ഇത് ഈ ഒരു ടേബിളാണ്. അതിന് മേളത്തെ ടേബിൾ മാത്രമേ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കണം. ഓക്കെ, ഇത് വന്നിട്ട് ഈ ഒരു ബുക്കേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ട്, അപ്പം 0.5 അല്ലേ, അപ്പോൾ 0.5 വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടോ എന്ന് അത് നോക്കണം. ഓക്കെ, 0.5 എവിടെയാണോ ഉള്ളത് നോക്കാതെ ഞാൻ ഇതാണ് 0.5 കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് 0.5.
ഇത് ഇതിന്റെ നേരെ മീൻസ് നേരെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാല്യൂ -1.6. ഓക്കെ, പിന്നെ 0.5ന്റെ മേളത്തെ വാല്യൂ വരും 0.04 അല്ലേ അല്ലേ. അപ്പൊ എന്തായിരിക്കും വരിക? 0.164 വരും അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ 0.15 നോക്കണം. ഓക്കെ, 0.15 നമുക്ക് നോക്കാവേ. ഇവിടാണ് 0.151 അല്ലേ. അതില് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വാല്യൂ വന്നത്? -1 ആണ് വന്നത് അല്ലേ. അതിന്റെ മേളത്തതോ -0.3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് -1.03 ആയിരിക്കും വരുന്നത്. കണ്ടോ, ആ വാല്യൂ അല്ലേ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 0.25 നോക്കണം. ഓക്കെ, 0.25 ഉണ്ടോ നോക്കണേ. ഇവിടെ എവിടെയോ ഉണ്ട് അല്ലേ. കണ്ടോ, അപ്പം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള വാല്യൂ എന്താണ്? -0.6ഉം ഇതിന്റെ മേളിലുള്ള വാല്യൂ എന്താണ്? -0.7 അല്ലേ. അല്ലേ, അപ്പം എന്തായിരിക്കും? -0.67 ആയിരിക്കും വരുന്നത്. അതെ, അതല്ലേ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 0.35 നോക്കണം. ഓക്കെ, 0.35 വന്നിട്ട് ഇവിടെ എവിടെയോ ആണ് ഇരിക്കുന്നത്. കേട്ടോ, ഇതാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ പറയുന്നത്? -0.3യും മേളിൽ ഒന്ന് 0.08. അപ്പം -0.38 വരും അല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് 0.45. അത് നമ്മൾ എടുക്കണം. 0.45 ഇവിടെ എവിടെയോ ആണ് വരുന്നത്. ഇതാന്ന് തോന്നുന്നു. ഓക്കെ, 0.45224. അതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താണ്? -0.1ഉം മേളിൽ വരുന്നത് -0.03 അല്ലേ. അപ്പൊ -0.13 അല്ലേ. 12 13 ആണെങ്കിൽ അല്ല 12. അതെ, 12 ഇവിടെ അല്ലേ. 3 അല്ല, 3 വാല്യൂ വന്ന് വേറെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇതുപോലെ തന്നെ ഈ ഉള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞുതരാം. 0.55 അല്ലേ. 0.55 നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, ഇവിടെ എവിടെയോ ആണ് വരുന്നത് അല്ലേ. അപ്പൊ 0.55 വരുമ്പം നമുക്കത് 0.1ഉം 0.04ഉം വരും അല്ലേ. അപ്പൊ 0.14 വരും. 13 ആണല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരി, 13 ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് 0.65 എടുക്കാം. 0.65 നമുക്ക് നോക്കാതെ. ഇവിടെ എവിടെയോ ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? ലെഫ്റ്റ് സൈഡിലും 0.3യും മേളിൽ വന്നിട്ട് 0.09ഉം ആണ്. അപ്പം 0.39 വരും. ഓക്കെ, അതുപോലെ തന്നെ 0.75 നോക്കണം. ഓക്കെ, 0.75 നോക്കാതെ. അപ്പൊ എത്രയായിരിക്കും 0.75? 0.75ന് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ 0.6ഉം 0.08. അപ്പം 0.68 ആണ് വരുന്നത്. കണ്ടോ, 0.68. നെക്സ്റ്റ് വരുന്നതാണ് 0.85. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് 85 വരുന്നത്. അതിന് 85 ലെഫ്റ്റ് സൈഡിൽ വാല്യൂ 1ഉം മേളിൽ വരുന്ന വാല്യൂ വന്നിട്ട് 0.04. അപ്പം 1.04 അല്ലേ. അതെ, അതാണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് 0.95. നമുക്ക് നോക്കാതെ. ഇവിടെ എവിടെയോ വരുന്നുണ്ട് അല്ലേ. ഇതാ ഇവിടെ, ഇതാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വേണമെങ്കിൽ എടുക്കാം. ലെഫ്റ്റ് സൈഡ് 1.6 മേളിൽ വന്നിട്ട് 0.05 അല്ലേ. അപ്പം 1.65 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം വന്നിട്ട് നമ്മളൊരു പ്ലോട്ട് വരയ്ക്കണം. ഗ്രാഫ് പേപ്പർ അവർ നമുക്ക് തരും, അതിൽ പ്ലോട്ട് വരയ്ക്കണം. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം 76, 85, 93, 98, 100, 101, 111, 112, 119, 123 വന്നിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ എഴുതണം. ഓക്കെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട്
19 എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ആക്സിസിൽ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ എഴുതേണ്ടത് 75 തൊട്ട് 125 വരെ മാർക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വന്നിട്ട് സെഡ് വാല്യൂ എഴുതണം. സെഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് അല്ലെ, ഏതൊക്കെയാണ്? -1.64, -1.03, -0.67, -0.38, -0.12 നമ്മൾ എഴുതണം. അതുപോലെ തന്നെ 0.13, 0.39, 0.68, 1.04, 1.65. ഓക്കെ, ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ആദ്യം മൈനസ് വാല്യൂസ് ആദ്യം എഴുതണം. എന്താണ്? -2, -1.5, -1, 0, 0.5, 1, 1.5, 2 അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യണം. അതാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ടി ഡിസ്ട്രിബ്യൂഷൻ്റെയും ഡിഫറൻസ് നോക്കാം. ഓക്കെ, പിന്നെ അതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്. അത് വന്നിട്ട് 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.